നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 14 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരുമായി അടുത്ത ഇടപഴകുവാൻ അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുന്ന ദിവസമാണിത്. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ ലാഭവും ധനനേട്ടവും ഇന്ന് ഉണ്ടാകും. ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സന്താനങ്ങളുടെ ഉന്നതിയും നേട്ടങ്ങളും കണ്ട് മനസ്സിന് അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ സംജാതമാകും. ദീർഘനാളായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് രോഗശാന്തി ലഭിക്കും. നല്ല നിദ്രാസുഖവും സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ പുരോഗതിയും ദൃശ്യമാകും. മിഥുനം രാശി, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് ചില അപ്രതീക്ഷിത ചതികളോ തടസ്സങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. താൽക്കാലിക ധനക്ലേശം അനുഭവപ്പെടാൻ ഇടയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇന്ന് വളരെയധികം ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. കർക്കിടകം രാശി, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. നിയമപരമായ തർക്കങ്ങളിലും കോടതി വ്യവഹാരങ്ങളിലും വിജയം ലഭിക്കുന്ന ശുഭദിനമാണിത്. ശാരീരികമായ ആരോഗ്യവർദ്ധനവ്, ധനലാഭം, മനസ്സന്തോഷം എന്നിവ ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് അനുകൂലമായ സ്ഥാനക്കയറ്റത്തിനും ദാമ്പത്യ ഐക്യത്തിനും ഭക്ഷണ സുഖത്തിനും യോഗമുണ്ട്. ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഭവനത്തിൽ മംഗളകരമായ കർമ്മങ്ങളും ശുഭ ചടങ്ങുകളും നടക്കാൻ സാധ്യതയുണ്ട്. അന്യജനങ്ങളാൽ ആദരിക്കപ്പെടാനും പ്രശസ്തി നേടാനുമുള്ള ഭാഗ്യം കൈവരും. ഭക്ഷണസുഖവും ധനനേട്ടവും ഉണ്ടാകും. അപ്രതീക്ഷിതമായി വിശേഷപ്പെട്ട ചില സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. കന്നിരാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ആമാശയ സംബന്ധമായോ ഉദര സംബന്ധമായോ ഉള്ള അസുഖമുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കുക. വേണ്ടപ്പെട്ടവരിൽ നിന്ന് ചെറിയ തിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഔദ്യോഗികമായ ഏതെങ്കിലും പ്രധാന രേഖകളിലോ പേപ്പറുകളിലോ ഒപ്പിടുമ്പോൾ ചതിയിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുലാം രാശി, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ബന്ധുജനങ്ങളിൽ നിന്ന് രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണിത്. ഭാര്യ ഭർത്തൃ സന്താന ഐക്യം പൂർണ്ണമായി നിലനിൽക്കും. ധനനേട്ടത്തിന് യോഗമുണ്ട്. കുടുംബത്തിൽ അർഹരായ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വന്തമായോ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബത്തിൽ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാഹചര്യമൊരുങ്ങും. ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും രീതിയിൽ വർദ്ധിക്കും. പ്രണയകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതിനൊപ്പം വാഹനഭാഗ്യവും കൈവരും. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സുവർണ ദിനമാണിത്. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വസ്ത്രങ്ങൾ, വജ്ര വ്യാപാര ആഭരണങ്ങൾ, മറ്റ് അലങ്കാര വസ്തുക്കൾ എന്നിവ വർദ്ധിക്കും. തൊഴിൽ വിജയവും ഭാര്യാഭർത്തൃ ഐക്യവും ധനനേട്ടവും ഫലമാണ്. മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി താൽക്കാലികമായി അന്യദേശവാസത്തിനോ ദൂരയാത്രകൾക്കോ സാഹചര്യമൊരുങ്ങുമെങ്കിലും വിചാരിച്ച അത്ര ഉയർച്ച പെട്ടെന്നുണ്ടാകാൻ അല്പം വൈകും. അനാവശ്യമായ പരാശ്രയത്വവും ചെറിയ മനോദുഃഖവും ഒഴിവാക്കുക. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിലോ ബന്ധുക്കൾക്കോ ചെറിയ ദുരിതങ്ങളോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ വരാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് ചില താൽക്കാലിക പരാജയങ്ങളോ മനോവിഷമങ്ങളോ നേരിട്ടേക്കാം. ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാതെ നോക്കണം. മീനം രാശി, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വ്യാപാര ബിസിനസ് മേഖലകളിൽ പുരോഗതിയും സാമ്പത്തിക ഉയർച്ചയും ദൃശ്യമാകുന്ന ദിവസമാണിത്. സുതാര്യവും ആകർഷകവുമായ അവതരണ ശൈലിയിലൂടെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. ശത്രുക്കളുടെ അപവാദ പ്രചാരണങ്ങൾ നിഷ്ഫലമാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും കുടുംബ സൗഖ്യവും ഉണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.